ചെങ്ങന്നൂർ കൊല്ലക്കടവിൽ നബിദിന റാലിക്കിടയിലേക്ക് മദ്യപസംഘം കാർ ഓടിച്ചു കയറ്റി. അപകടത്തിൽ റാലിയിൽ പങ്കെടുത്തിരുന്ന 3 കുട്ടികൾക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന 3 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലുള്ളവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല. മുസ്ലിം ജമാഅത്തിന്റെ എല്ലാവർക്കും മുസ്ലിം ജമാഅത്തിന്റെ ബാക്കി എല്ലാ വാഹനങ്ങളും സൈഡിലേക്ക് നിർത്തിയിട്ടിരുന്നപ്പോഴാണ് മദ്യപസംഘം ഈ കാറിലെത്തി പാഞ്ഞു പോകാൻ ശ്രമിച്ചത്. 3 കുട്ടികൾ വീണു. പക്ഷേ അവരുടെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മദ്യലഹരിയിലായിരുന്നു കാർ ഓടിച്ചിരുന്നവർ. റാംഷാ CP ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റാംഷാ CP, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? ഈ മദ്യപസംഘമായിരുന്നു അവരെന്നത് പോലീസ് ഉറപ്പിക്കുകയാണോ? ഈ കുട്ടികൾക്കുള്ള പരിക്ക് സാരമല്ലല്ലോ അല്ലേ? ഡോക്ടർ, കുട്ടികളുടെ പരിക്ക് സാരമല്ല. പക്ഷേ ഇവർ 3 പേരും, ഈ കാറിലുണ്ടായിരുന്ന 3 പേരും നന്നായി മദ്യപിച്ചിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. ഇവരുടെ വാഹനത്തിൽ നിന്നും കാലി മദ്യക്കുപ്പികൾ ഉൾപ്പെടെ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഇവർ ഈ റാലിക്കിടയിലേക്ക്, കുട്ടികൾക്കിടയിലേക്ക് വാഹനം ഓടിച്ചു കയറ്റി പോവുകയായിരുന്നു. ഇതിനു മുൻപ് തന്നെ ഇവരുടെ വാഹനം ഈ റാലിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ വാഹനം നാട്ടുകാർ, അതായത് ഈ റാലിയുടെ സംഘാടകരെല്ലാം ചേർന്ന് തടയുകയും ചെയ്തതാണ്. പക്ഷേ അവരെ വെട്ടിച്ചുകൊണ്ടാണ് പിന്നീട് ഈ വാഹനം ഈ കുട്ടികൾക്കിടയിലേക്ക് പാഞ്ഞു കയറിയത്. ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ചെങ്ങന്നൂർ കൊല്ലംകടവിൽ ഈ സംഭവം നടക്കുന്നത്. നബിദിന റാലിയായിരുന്നു. ആ റാലിക്കിടയിലേക്കാണ് ഈ 3 പേരുടെ മദ്യപരായ 3 പേർ ഓടിച്ച വാഹനം ഇങ്ങനെ ഇടിച്ച് കയറിയത്. ഇതിലൊരാൾ അഭിഭാഷകൻ കൂടിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്രയും നിരുത്തരവാദിത്തപരമായി ഒരു പൊതുസമൂഹത്തിന് തന്നെ ഭീഷണിയാകുന്ന നിലയിൽ പെരുമാറിയത് ഒരു അഭിഭാഷകനാണ് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഏതായാലും ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുട്ടികളുടെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. താങ്ക് യു റാംഷാ CP. അത് ഭാഗ്യമാണ്. അത് മാത്രമാണ് ആശ്വാസം. മദ്യപിച്ച് ഇതേപോലെ ആഘോഷ റാലികളൊക്കെ നടക്കുന്ന സമയത്ത് കാറ് ഇങ്ങനെ ഓടിക്കുന്നത് ശരിയാണോ എന്നുള്ളത് ആലോചിക്കുക. ഒട്ടും ശരിയല്ല എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ഭാഗ്യമാണ് കുഞ്ഞുങ്ങൾക്കും കൂടുതൽ പരിക്ക് പറ്റാതെ പോയത്.